നമ്മോടൊപ്പം ഇപ്പോൾ ധന്യരാമൻ കൂടി ആക്ടിവിസ്റ്റ് ചേരുകയാണ്. ധന്യരാമൻ, ഒരു സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ ഷാരോൺ വധക്കേസിൽ ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എത്തുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടി. ഇത് സമൂഹത്തിന് വലിയൊരു പാഠമാണ്. ക്രിമിനൽ മനസ്സ് വളർത്തിക്കൊണ്ടുവരുന്ന ആൾക്കാർക്ക്, അത്തരം ചിന്താഗതിയുള്ളവർക്ക് വലിയൊരു പാഠമാണ് സർക്കാരിന്റെ. വളരെ പെട്ടെന്നാണ് 2022 നടന്ന സംഭവത്തിന് പെട്ടെന്ന് തന്നെ ശിക്ഷ വിധിക്കാനും സാധിച്ചു. കുറ്റപത്രം പെട്ടെന്ന് സമർപ്പിക്കാൻ സാധിച്ചു. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി. ആഭ്യന്തര വകുപ്പ് പ്രശംസ അർഹിക്കുന്നു ഈ കാര്യത്തിൽ. പ്രത്യേകിച്ച് ജോൺസൺ എന്ന് പറയുന്ന ഡിവൈഎസ്പി. സമൂഹത്തിനും സർക്കാരിലും നിയമത്തിലും വിശ്വാസം ഉണ്ടാവുന്ന ഒരു വിധിയാണിത്. അപ്പം ചെറിയ പ്രായത്തിൽ ഇപ്പൊ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമില്ലാതെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളത് സമൂഹത്തിന് ഞെട്ടിക്കുന്ന ഒരു കേസായിരുന്നു. അപ്പൊ ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് ഇവരുടെ കുടുംബത്തിൽ തന്നെ, ഗ്രീഷ്മയുടെ ഒക്കെ കുടുംബത്തിൽ തന്നെ മുൻപ് ഇതുപോലൊരു കുടുംബം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അല്ലാത്ത ഇങ്ങനെ കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്കിപ്പോ അറിയത്തില്ല. പക്ഷെ ഈ ഒരു കേസിൽ കൃത്യമായിട്ട് തെളിവ് ശേഖരിക്കുകയും പിന്നെ ഇതിൽ ഉള്ള ഒരു അതായത് ധന്യരാമൻ, അതായത് ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്നും ആ ആത്മഹത്യാ പ്രവണതയ്ക്കായിട്ടാണ് കഷായത്തിൽ മരുന്ന് സൂക്ഷിച്ചിരുന്നതെന്നും വിഷം സൂക്ഷിച്ചിരുന്നതെന്നും ഒക്കെയുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങളുടെ കുതന്ത്രമാണത്. അവരുടെ കുടുംബത്തിലൊക്കെ എങ്ങനെ ആത്മഹത്യാ പ്രവണതയുണ്ടെന്ന് അതൊക്കെ പക്ഷേ വെട്ടിക്കളയാൻ പോലീസിനായി, സർക്കാരിനായി, പ്രോസിക്യൂഷനായി. അതെ, അതിൽ സർക്കാർ, ആഭ്യന്തര വകുപ്പ് കൃത്യമായിട്ട് അതിന് അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഗ്രീഷ്മേന്റെ കുറെ നാടകങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് റൂറൽ SP ഓഫീസിൽ അവളെ കൊണ്ടുവന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ SP ഓഫീസിനകത്തെ ടോയ്ലറ്റിൽ വെള്ളമില്ലായിരുന്നു. അങ്ങനെയാണ് പുറത്തേക്ക് ഇവർ പോകുന്നത്. അപ്പൊ തന്നെ അവിടെ കണ്ട ഒരു ബാത്റൂം കഴുകുന്ന ഒരു ലോഷൻ എടുത്ത് അവള് നാടകീയമായിട്ട് അതൊക്കെ വായിലേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ തന്നെ കുഴഞ്ഞു വീഴുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു വളരെ ക്രിമിനൽ മൈൻഡാണ്. അപ്പൊ ഇത്തരം ആൾക്കാരെ തുടക്കത്തിലെ കണ്ടെത്താനും പൂട്ടാനുമായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് കേരള സമൂഹത്തിന് വളരെ, നമുക്ക് തന്നെ നമ്മളോടൊരു സെൽഫ് കോൺഫിഡൻസ് തോന്നും. നമ്മൾ ചില സമയത്ത് നമ്മൾ നിയമവ്യവസ്ഥയോട് നമുക്കൊരു വിയോജിപ്പ് തോന്നി. ഇതെന്ത് ഇത്രയും കേസൊക്കെ ഇത്രയും നീളുന്നത്, എന്തുകൊണ്ട് ഈ പ്രതിക്ക് ചിലപ്പോൾ ഇത്രയും നമ്മൾ വിചാരിച്ചത്ര ശിക്ഷ കിട്ടി കാണത്തില്ല. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഒരു പെൺ കുറ്റവാളി എന്ന് തന്നെ പറയണം. കാരണം ഈ ചെറിയ പ്രായത്തിൽ വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് സമൂഹത്തിൽ എല്ലാ പ്രിവിലേജും ഉണ്ട്, അവർ വംശീയമായിട്ടും എല്ലാം വളരെ ഉന്നത നിലയിലുള്ളവരാണ്, സാമ്പത്തിക നിലയിലുള്ളവരാണ്. എല്ലാം തികഞ്ഞ ഒരു മനുഷ്യത്തെയായിട്ടും ഒരു പയ്യനെ സെക്സ് ചെയ്യാനുള്ള വ്യാജേന വിളിച്ചു വരുത്തുകയാണ്. അപ്പൊ ആ പ്രലോഭിപ്പിച്ച് കൊല്ലലാണ്. അപ്പൊ അത് എല്ലാം നമ്മൾ ഓരോ സെക്കൻഡും നമ്മളിത് ഫോളോ അപ്പ് ചെയ്തൊരു കേസാണ്. എനിക്ക് തോന്നുന്നു ഓരോ കുടില് മുതൽ കൊട്ടാരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ മനുഷ്യരും ഇതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും സന്തോഷവാന്മാരാണ്. കാരണം ആ രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടി. ഇതൊരു പാഠമാണ് എന്നുള്ളത്. തീർച്ചയായും അങ്ങനെയുള്ള എല്ലാ എലമെന്റുകളും അതിൽ നിരീക്ഷിക്കുകയാണ് ധന്യരാമൻ. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചത് ഈവനിംഗ് ഡിബേറ്റിൽ.